എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് മറ്റൊരു ദിവസത്തിലേക്ക്, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങളെ പറ്റിയിട്ടാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സാർ കൂടുതൽ ധനത്തെപ്പറ്റി മാത്രം ക്ലാസ്സിൽ സംസാരിക്കാറുള്ളത്? എന്നാൽ തെറ്റാണ്. ധനത്തെപ്പറ്റി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണുന്ന ക്യാപ്ഷൻ ധനത്തെ പറ്റിയിട്ടാവുന്നു അല്ലെങ്കിൽ പണത്തെ പറ്റി ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സംസാരിക്കുന്നത് പ്യുവറായിട്ടും മൈൻഡിന്റെ പ്രോഗ്രാമിനെ പറ്റി തന്നെയാണ്. മൈൻഡ് എങ്ങനെ പ്രോഗ്രാം ചെയ്യണം, മൈൻഡ് എങ്ങനെ മാറ്റിയെടുക്കണം, ആ മനസ്സിന്റെ മാറ്റത്തിലൂടെ കൈകാലുകളുടെ വേദനയും ശരീരവേദനയും മുട്ടിന്റെ വേദനയും കാലുവേദനയും കാലിന്റെ നീരിറക്കും ഒക്കെ മാറുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെയാണ് പണവും ബന്ധങ്ങളും സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും സുഖലോലുപതയും ഒക്കെ വരുന്നത് മനസ്സിനകത്ത് നിന്നാണ്. അതുകൊണ്ട് മനസ്സിനെ മാറ്റുന്നതിലൂടെ, മനസ്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടി എന്ന് അല്ലെങ്കിൽ നേടാനാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഈവൺ ഒരു ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കല്ല് നിങ്ങളിൽ തരുമ്പോഴോ അതിന്റെ എനർജി ഹീൽ ചെയ്ത് തരുമ്പോഴോ എവറിഥിങ് ഈസ് കണക്റ്റഡ് ടു മൈൻഡ്. മൈൻഡിനുള്ള എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനമായ പ്രക്രിയ. ഈ മനസ്സിനെ മനസ്സിലാക്കിയവൻ, ഒറ്റ ഉത്തരത്തിൽ പറഞ്ഞാൽ, ആരാണോ അവനവന്റെ മനസ്സിനെ ഞാൻ കീഴടക്കി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, കൃത്യമായ ആ ചൊല്ല്, മനസ്സിനെ കീഴടക്കിയവൻ പ്രപഞ്ചത്തെ കീഴടക്കുന്നു, അങ്ങനത്തെ ഒരു പദമുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന മനസ്സിനെ കീഴടക്കാനല്ല, മനസ്സിനെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ്. മനസ്സിനെ മനസ്സിലാക്കിയവൻ ഈ സർവ്വചരാചരങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഘടാകത്തെ മുഴുവൻ അവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിഭൂതി യോഗത്തിൽ ഭഗവാൻ വായ തുറന്നപ്പോൾ ഈ ഭൂലോകം മുഴുവൻ അവിടെ കണ്ടത് എന്നുള്ള സത്യം അറിയുക, അല്ലെ? ഭഗവാൻ ഒന്ന് വായ തുറന്നപ്പോൾ ശരി മുഴുവൻ ഈ ലോകം, ഈ 14 ലോകങ്ങളും കാണിച്ചു കൊടുത്തു. രണ്ടുപേർക്ക് മാത്രമാണ്, ഒന്ന് അർജുനനും മറ്റൊന്ന് അമ്മയ്ക്ക് മാത്രമാണ് ഇത് കാണിച്ചു കൊടുത്തത്, അല്ലെ? അതുപോലെ മനസ്സിലാക്കിക്കോളൂ, ഇതാണ് ലോകം എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. എല്ലാം ഇരിക്കുന്ന എവിടെയാണ്? ഇവിടെ തന്നെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നിരുന്നു. എനിക്ക് തോന്നുന്നു യേശുദേവന്റെ ഒക്കെ പടം വെച്ചിരിക്കുമ്പോൾ അവിടെ ഹൃദയത്തിന്റെ ഭാഗത്ത് ലോകത്തിന്റെ ഭൂപടം വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു പണ്ടപ്പോൾ. ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അതുപോലെ നമ്മൾ ഇരിക്കുന്ന ഈ എൻറ്റയർ യൂണിവേഴ്സ് ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ചിന്തയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ പണവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും സർവ്വതും അതിൽ അടിസ്ഥാനപ്പെട്ട് ഇരിക്കുന്നു. അപ്പോൾ പണം ഉണ്ടാക്കണമെങ്കിൽ, വീണ്ടും പണത്തെ പറ്റി പറയുമ്പോൾ, പണം ഉണ്ടാക്കണമെങ്കിൽ, ധനം ഉണ്ടാകണമെങ്കിൽ എവിടെയാണ് ആദ്യം ധനം ഉണ്ടാക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിലിരുന്ന് തിരിഞ്ഞും മറിഞ്ഞു 2.5 മണിക്കൂർ ഞാൻ ചോദിച്ചു, എന്താണ് ആവശ്യം, എന്താണ് ആവശ്യം, എഴുതൂ 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 എന്ന് പറഞ്ഞു. സാറേ എനിക്കെല്ലാം വേണം, പക്ഷെ എഴുതാൻ പറഞ്ഞപ്പോ നോ ഐഡിയ വാട്ട് ഐ നീഡ്. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം ഇത് സെറ്റ് ചെയ്യാത്തവന് ഒന്നും സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പണം എത്ര വേണം? ചോദ്യം ഇതാണ്. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്യാപ്സൂൾ ആദ്യം ക്യാപ്സൂൾ എടുത്ത് കഴിക്കാം. കമോൺ. എന്നിട്ട് അടുത്ത ചോദ്യം എത്ര പണം വേണം എന്നുള്ളതാണ്. ഈ ഭാഗം കേൾക്കുക. എന്നിട്ട് എത്ര പണം എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് താഴെ ഗൂഗിൾ പേ നമ്പർ എഴുതിയിട്ട് സാറേ ഇത്ര അയച്ചേക്ക് എന്ന് പറയുക. ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ല. എന്നോട് ചോദിക്കേണ്ട, പണം നിങ്ങൾക്ക് എത്ര വേണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. നാളെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ പണം എത്ര വേണമെന്ന് ചോദിച്ചിട്ട് 2 ലക്ഷം സാറേ ഗൂഗിൾ പേ ഇതാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ പേ നമ്പർ അവിടെ കിടക്കും, ഞാൻ ഇവിടെ കിടക്കും. അത്രയേ ഉള്ളൂ. ഒറ്റ പൈസ അയക്കൂല. ഇങ്ങനെ ഹാപ്പി ആൻഡ് റെഡി പോരട്ടെ? ഹാപ്പി ആൻഡ് റെഡി എല്ലാവരും പോരട്ടെ? യെസ്. താങ്ക് യു ഓൾ. താങ്ക് യു. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ക്ലാസ് ഒരു ദിവസം ഇടവിട്ടായിരിക്കും ഉണ്ടാവുന്നത്. മറ്റൊരു ദിവസം നമ്മുടെ പെയ്ഡ് സെക്ഷൻ ആയിരിക്കും. അത് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിൽ ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കൊച്ചി പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും കിഡിലമായിട്ടൊരു ഓഫർ തന്നിട്ട് നമ്മുടെ പെയ്ഡ് സെക്ഷൻസ് ചെയ്യാനായിട്ട് നല്ലൊരു ഓഫറാണ് കിട്ടിയത്. നാളെ കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് അത് കൂടി ആൾക്കാർ കൊച്ചി പ്രോഗ്രാം വന്നവർ ഉപയോഗിക്കുക. മറ്റുള്ളവർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ധനത്തെ പറ്റി ഇന്ന് സംസാരിക്കുന്നു. നമ്മൾ ആദ്യം ഒറ്റ ചോദ്യമാണ്, ഉത്തരം പെട്ടെന്ന് എഴുതുക. നിങ്ങൾക്ക് എത്ര പണം വേണം? എത്ര രൂപ വേണം? പെട്ടെന്ന് എഴുതുക. നോക്കട്ടെ എത്ര പേര് പറയണോ. 10,000-ന് മുകളിൽ എത്ര പേര് പറയണോ? നോക്കട്ടെ, എത്ര പണം വേണം? ഇല്ല, പോരുന്നില്ല. 5 കോടി. സോഫിയേ 1 കോടി. നെവർ എൻഡ്. ഓക്കെ, 3 crore.
വരട്ടെ. എല്ലാവരും നിങ്ങൾ തന്നിരിക്കും. തഥാസ്തു തഥാസ്തു. നിങ്ങൾ ചോദിച്ചത് മുഴുവൻ തന്നിരിക്കുന്നു. എടുത്തോളൂ, ഇപ്പൊ തന്നെ എടുത്തോളൂ. ആ, 1 കോടി, 1 crore, 1 crore, 1 crore, 10 lakhs. ഓക്കെ. ആ ആ ആ 1 ലക്ഷം. എന്താർക്കാണ് 1 ലക്ഷം കൊണ്ട് തൽക്കാലത്ത് സമാധാനമാണ്? 25 ലക്ഷം മാത്രം മതി. 25 ലക്ഷം കിട്ടിയാൽ തീർന്നു. നമ്മുടെ എല്ലാ പരിപാടിയും അതോടെ തീർന്നു അല്ലെ? 25 ലക്ഷം. ആ 20 ലക്ഷം, 1 കോടി. യെസ് 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 യെസ്. പറയട്ടെ. ആ ആ വീട് വെക്കാനുള്ള പണം. വീട് 5000 രൂപ കൊടുത്താലും വീട് ഉണ്ടാക്കാം കേട്ടോ. വീട് വെക്കാനുള്ള പണം എന്ന് പറഞ്ഞേക്കാം. എത്ര രൂപ? കാരണം ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഓക്കെ, പറയട്ടെ. എല്ലാവരും ടൈപ്പ് ചെയ്യട്ടെ. പണം എത്ര വേണം എന്നത് നമ്മൾ ആദ്യം ഉറപ്പിക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഫസ്റ്റ് പറയാനുള്ളത്. എത്ര വേണം എന്നത് ഉറപ്പിക്കണം. ഇപ്പൊ ഈ 10 ലക്ഷവും 20 ലക്ഷവും 1 കോടിയും ചോദിച്ചവരോട് ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ തികച്ച് നിങ്ങൾ മാറ്റി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിങ്ങൾ മാറ്റി വിളിച്ചു. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ മാറ്റി പറയുമെന്ന് ഉറപ്പാണ്. നാളെ ഇതേ ക്ലാസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വേറൊരു ഫിഗർ പറയും. ഉറപ്പാണ്, എഴുതി വെച്ചോ. ആ നിരാശപ്പെടുത്തുന്നു. നമ്മളെന്തിനാ നിരാശപ്പെടുത്തുന്നത്? നിങ്ങൾ ഇപ്പൊ പറഞ്ഞതായിരിക്കില്ല കുറച്ച് കഴിഞ്ഞ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞ പറയുന്നതായിരിക്കില്ല പിന്നെ പറയുന്നത്. 1 കോടി, 20 ലക്ഷം, 5 ലക്ഷം, 20 ലക്ഷം, ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും അല്ല പറയുക. ഒരു ലോട്ടറി അടിച്ച് നിങ്ങൾക്ക് 1 കോടി വേണമെന്ന് പറഞ്ഞവർ നിങ്ങൾ 5 കോടി ലോട്ടറി അടിച്ചാൽ നിങ്ങൾ പറയും കുറഞ്ഞു പോയല്ലോ, 10 കോടി കിട്ടണമായിരുന്നു എന്ന് പറയും. 10 കിട്ടിയാൽ 100 മതി എന്നും അല്ലെ കേട്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു അല്ലേ? മനുഷ്യനാണല്ലേ. വീട് വെക്കണം എന്ന് പറഞ്ഞു. വീട് വെക്കാൻ 10 ലക്ഷം മതിയെങ്കിൽ വീട് പണി തുടങ്ങി മുമ്പോട്ട് പോകുമ്പോ ഒരു 30 ലക്ഷത്തിലൊക്കെ വീട് തീരും. എന്നിട്ടോ അതിനകത്ത് കയറി താമസിക്കുമ്പോ അയ്യോ അയ്യോ എന്റെ കടം കൊടുക്കാനുണ്ടേ, കടം കൊടുക്കാൻ. ഒരു ദിവസം ആ ബെഡിൽ 25 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് വീട് പണിയും, അവസാനം ബെഡും കട്ടിലും മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. താഴെ കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ പൈസ തികയാതെ ടൈൽസ് മാർബിൾ ഇടണമെന്ന് വിചാരിച്ച അവസാനം ടൈൽസായി മാറും. ടൈൽസായി മാറി കിടക്കാൻ കട്ടിൽ ബെഡ് മേടിക്കാൻ ഏറ്റവും വില കുറഞ്ഞ ബെഡ് പോയി മേടിക്കും. ഇതാണ് മനുഷ്യൻ. ഇവനെയാണ് വിളിക്കുന്നത് മനുഷ്യൻ. അവൻ ഏറ്റവും അടിസ്ഥാനം എന്താണ് ആവശ്യം വേണ്ട? എന്താണ്? കിടന്നുറങ്ങാൻ നല്ലൊരു ബെഡും, അല്ലെങ്കിൽ നല്ലൊരു ബെഡും ഒരു പുതപ്പും. പക്ഷെ അത് ഏറ്റവും അവസാനം മേടിക്കും. അപ്പോഴേക്കും 10 പൈസ കയ്യിലുണ്ടാവില്ല. ഇതല്ലേ മനുഷ്യൻ അല്ലേ? ഇതാണ് മനുഷ്യൻ. ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയൊന്നും ഇല്ല മഞ്ജു, അതൊക്കെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, പണം എന്ന് സീരിയസ് ആയിട്ട് പറയാണ്. പണം എത്ര വേണം എന്നത് നമ്മൾ ആദ്യം ഉറപ്പിക്കണം. എന്താണ് ഈ നമ്മൾ ഇന്ന് പറയുന്ന ക്ലാസ്സിൽ വളരെ നിർണായകവും പ്രാഥമികവുമായ ഒരു മാനസിക നിലപാടാണ് എത്ര വേണം എന്നത്. എന്ത് എടുത്താൽ പണമെന്നല്ല, എനിത്തിങ് വാട്ട് യു വാണ്ട് യു ഷുഡ് ഹാവ് എൻ ക്വാണ്ടിറ്റി ഇൻ യുവർ ഹാൻഡ്. ധനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആഗ്രഹം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ആകർഷണം നമ്മളിലേക്ക് ഉണ്ടാക്കാനോ അതിലൂടെയുള്ള ചിന്താ വൈജ്ഞാനികതയിലേക്ക് അല്ലെങ്കിൽ ചിന്തയിലേക്ക് നമുക്ക് കടക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ള അടിസ്ഥാന തത്വം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇത് വളരെ 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 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചോദ്യമാണ്. മനസ്സിലാക്കി ഒന്ന് എടുക്കൂ നിങ്ങൾ ആദ്യം. 25 ലക്ഷമോ 50 ലക്ഷമോ പറയുന്ന നിങ്ങൾക്ക് ഇതൊന്നുമല്ല വേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാക്കാം. കാരണം 25 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി തുടങ്ങും. മാസാമാസം ഇതിൽ ഒരാള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മാസം 25,000 രൂപ കിട്ടുക. അപ്പോൾ അയാൾക്ക് ഒരു വർഷം എത്ര കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 ലക്ഷം രൂപ അല്ലെ? സമാധാനമായിട്ട് ജീവിച്ചു. 25 ലക്ഷം കിട്ടിയവൻ അടുത്ത ടെൻഷൻ എന്തായിരിക്കും? ഇതെന്ത് ചെയ്യണം? 4 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കാശ് പോകും. പിന്നെ വീണ്ടും സമാധാനം. നിങ്ങൾ ചിന്തിക്കുന്നത് മാറ്റി ചിന്തിക്കൂ. ദിവസവും എനിക്ക് എത്ര വേണം, മാസം എത്ര വേണം, അങ്ങനെ എന്റെ ജീവിതത്തെ മുന്നോട്ട് ഞാൻ പറഞ്ഞു വരാം. അതിനകത്ത് നമ്മൾ അങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്. 10 വർഷത്തേക്ക് എത്ര വേണം, 5 വർഷത്തേക്ക് എത്ര വേണം, 2 വർഷത്തേക്ക് എത്ര വേണം, 1 വർഷം കൊണ്ട് എത്ര വേണം, അപ്പോൾ 1 മാസം എത്ര വേണം, 1 മാസമാണെങ്കിൽ 1 ദിവസം എനിക്ക് എത്ര വേണം. ഇങ്ങനെ മാറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ദിവസവും പറയും 2000 രൂപ കിട്ടിയാൽ ഞാൻ സന്തോഷമായല്ലോ. 2000 രൂപ കിട്ടിയ 1 മാസം എത്രയായി? 60,000 രൂപയായി.
അപ്പോൾ ഒരു വർഷം എത്രയായി? ആ 6 ലക്ഷം, അതെ 6 ലക്ഷത്തിന് മുകളിലായി അല്ലേ? ഇതാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ആരും. ഇവിടെയാണ് നമ്മൾ കൃത്യമായ മനസ്സിൽ ധനത്തിന്റെ കൃത്യമായ ലക്ഷ്യം നിർണയിക്കുക എന്ന് പറയുന്നത്. കൃത്യമായ ഒരു ലക്ഷ്യം നിർണയിക്കുക എന്ന് പറയുന്നത്. എന്തിനാണ്? വൈ യു വോണ്ട് മണി? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിക്ക് വേണം മണി. എന്തിനാ? നേരത്തെ ആൾ പറഞ്ഞു വീട് കെട്ടാൻ. ഓക്കെ, വീട് കെട്ടാൻ മണി വേണം, സന്തോഷമാണ്. എത്ര? അപ്പോൾ പറയാം ഒരു 5 ലക്ഷം കിട്ടിയാൽ, 10 ലക്ഷം കിട്ടിയാൽ, 25 ലക്ഷം കിട്ടിയാൽ, 30 ലക്ഷം കിട്ടിയാൽ. എന്നിട്ട് എങ്ങനത്തെ വീടാ? ഒരു തീരുമാനമില്ല. ആ വീട്ടിൽ എന്തൊക്കെയുണ്ട്? ഐഡിയ ഇല്ല. ആ വീട്ടിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലിനും ബെഡിനും എത്ര രൂപ വേണം? ഐഡിയ ഇല്ല. നിങ്ങൾ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ? തീരുമാനമില്ല. ഡൈനിങ് ടേബിൾ എത്ര രൂപയുടെ വേണം? അറിയില്ല. അപ്പോൾ വീട് കിട്ടുമ്പോൾ 25,000-30,000 30 ലക്ഷം രൂപ വീടുണ്ടാക്കും. സ്ട്രക്ചർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് തീർന്നു, വെടി തീർന്നു. അത്യാവശ്യം വേണ്ട എന്താണ്? അത് നമ്മുടെ ഇല്ലാതെ പോകും. അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായി എത്ര രൂപ എവിടെ വേണം എന്നത് ഉള്ള പ്ലാൻ ഇല്ലാത്തയാൾക്ക് എന്ത് കിട്ടിയിട്ടും സമാധാനം ഉണ്ടാവില്ല. ഒരു വീട് കെട്ടാൻ എത്ര വേണമെന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെ വീട് പണി തീർക്കാൻ പറ്റും? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൊച്ചി ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ രജനി പറഞ്ഞതും അനിലിന്റെ കാര്യം പറഞ്ഞത് എന്തെങ്കിലും ഒരു വീട് കിട്ടിയാൽ മതി സാറേ എന്ന് പറയുമ്പോൾ ഞാൻ തിരുത്തിയല്ല, എത്ര രൂപയുടെ എങ്ങനെ വീട് വേണമെന്ന് പ്ലാൻ ഉണ്ടാവണം. പ്ലാൻ ഇല്ലാത്തതാണ് ഇത് കിട്ടാത്തതിന് പ്രധാന കാരണം എന്ന് മനസ്സിലാക്കുക. ഇതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇനിയെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറാവൂ. ഇപ്പോൾ ഒരാൾ ടൈപ്പ് ചെയ്തല്ലോ വത്സല പറഞ്ഞത്, സാർ എന്റെ മകളുടെ വിവാഹം 2025 നവംബർ 16 അപ്പോഴേക്കും വീടിന്റെ പണി എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് കിട്ടിയാ അല്ലെ? അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ് വീട് കെട്ടാൻ ഉദ്ദേശിച്ചത്? മകളുടെ കല്യാണമാണോ ഉദ്ദേശിച്ചത്? വീടാണോ ഉദ്ദേശിച്ചത്? ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റും. എപ്പോൾ തീരണം? അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞ വിദ്യാഭ്യാസത്തിന് ചെലവുകളെ പറ്റി പറഞ്ഞു. മക്കളെ പഠിപ്പിക്കണം, എത്ര രൂപയ്ക്ക് അറിയില്ല. അയർലാൻഡിൽ പോണോ? 40 ലക്ഷം. UK പോണോ? 25 ലക്ഷം. അവനെ പഠിപ്പിക്കാൻ പോണോ? എന്തിനാ? ഫോർ വാട്ട്? എന്താണ് ഇതിനോട് ഉദ്ദേശം? അപ്പൊ എത്ര ചെലവാക്കാൻ പറ്റും? എവിടെയൊക്കെയാണ് എനിക്ക് പറ്റുന്നത്? എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ രൂപം നമ്മളെ കയ്യിൽ വേണം. അത് ഉണ്ടാക്കാൻ സാധിക്കുന്നവർക്ക് ആർക്കാ പറ്റുകയെന്നറിയോ? എല്ലാവരെ കൊണ്ടും പറ്റുമോ ഇങ്ങനെ രൂപം ഉണ്ടാക്കാൻ? ഒരു ദിവസത്തെ ഒരു രൂപം, ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്റെ മുന്നോട്ട് പോകുന്നതെന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുന്നവരോട് എത്ര പേരുണ്ട്? ഇന്നിപ്പോൾ ഈ സമയത്ത് ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന പ്ലാൻ നിങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ക്ലാസ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സന്തോഷം. പക്ഷെ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം എന്ത് നടക്കുന്നു എന്നതിനെ പറ്റി മുൻകൂട്ടി ധാരണയുള്ളവർ എത്ര പേരുണ്ട്? ഇതിന് എത്ര സമയം എടുക്കുന്നറിയോ? ഒരു ദിവസം 10-15 മിനിറ്റോ മാറ്റിവെച്ചാൽ മാത്രം മതി. അതേപോലെ ജീവിതത്തിനെ പറ്റി പ്ലാൻ ഉണ്ടാക്കാൻ നിങ്ങൾ 3-4 ദിവസം ഒന്ന് പ്രയത്നിച്ചാൽ മതി. ഇത് നടക്കും. അപ്പോൾ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നു. മക്കളെ ജനിച്ചന്ന് മുതൽ നമുക്കറിയാം മക്കളെ പഠിപ്പിക്കാൻ കാശ് വേണം. ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയാം. പക്ഷെ മാവൻ ഡിഗ്രി +2 ചേരുമ്പോഴാണ് ടെൻഷൻ തുടങ്ങുന്നത്. ഇനിയിപ്പോ ഏതിലാണ് ചേർക്കേണ്ടത്? ഒരു പിടിയില്ല. ലോകം മൊത്തം നടക്കും. ഏത് പൈസ എവിടെ നിന്നും കാശുണ്ടാക്കാൻ നടക്കും, ഒക്കെ നടക്കും. 10-17 വർഷക്കാലം സമയം കിട്ടിയിട്ട് ആലോചിച്ചിട്ടില്ല, പിന്നെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ കുടുംബത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എത്ര രൂപ വേണം, ഒരാൾക്ക് എത്ര ചെലവഴിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള വ്യക്തമായ കണക്ക് നമുക്ക് വേണം. ക്ലാരിറ്റി ഓഫ് ഫൈനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുന്ന ഇതാണ്. ഇതില്ലാത്തവന് നേടാൻ സാധിക്കേയില്ല. കാരണം എന്താ ഇവൻ നേടുക? എന്ത് നേടി? 25 ലക്ഷം. ഇപ്പൊ ഒരാൾ പറഞ്ഞു എനിക്ക് 25 ലക്ഷം കിട്ടിയാൽ മതി. 25 ലക്ഷം കിട്ടിയാൽ അടുത്ത മോൻ ഡിഗ്രി +2 കഴിഞ്ഞിട്ട് അടുത്ത കോളേജ് ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ അവന്റെ ആഗ്രഹം നേരെ മാറും. പൈസ ഉണ്ടല്ലോ അച്ഛാ എന്റെ കയ്യിൽ, അമ്മ എന്റെ കയ്യിൽ, നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് എനിക്ക് MBBS തന്നെ സീറ്റ് കയറണം. അപ്പൊ MBBS കൊടുക്കാൻ പോകുമ്പോൾ വരും 70 ലക്ഷം 80 ലക്ഷം രൂപ കൊടുത്ത്. മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് നല്ല മാർക്കൊക്കെ, എന്നാലും ഇത് കിട്ടിയിട്ടില്ല, എൻട്രൻസിൽ കിട്ടിയിട്ടില്ല. നമുക്ക് എങ്ങനെ വാങ്ങിക്കാം 75 ലക്ഷം രൂപ എന്നിട്ട് 25 ലക്ഷം കയ്യിലും കൂട്ടി ബാക്കിയുള്ള കടവും മേടിച്ചിട്ട് MBBS ചേരണം. നല്ലതാണ്. പക്ഷെ ഒരു ലക്ഷ്യവും ഇല്ല. അവസാനം അല്ലേ? പിന്നെ ഞാൻ കൊച്ചിയിൽ വന്നപ്പോ ഒരാൾ എന്നെ കാണാൻ വന്നത് ഒറ്റ കാര്യം പറയാനായിരുന്നു. സാറേ, ഒരു 5 ലക്ഷം രൂപ ഒരാൾക്ക് കടം കൊടുത്തിട്ട് തിരിച്ചു തരുന്നില്ല. തിരിച്ചു ചോദിച്ചപ്പോ അവര് നാട് വിട്ടോടിപ്പോയി. അങ്ങനെ പോലീസ് കേസായി. ഞാൻ എന്ത് ചെയ്യും? പോലീസ് പറഞ്ഞു അവരെങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ നിന്റെ കാര്യം കെട്ടപ്പോ.
കടം കൊടുത്താണ് ചെക്ക് മേടിച്ചു, ചെക്ക് ബൗൺസ് ചെയ്തു, പൈസ ഇല്ല അവരിൽ, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കടം മേടിച്ചത്, തിരിച്ചടക്കാൻ അവരിൽ ഒരു വഴിയുമില്ല. അതുകൊണ്ട് അവര് ഓടിപ്പോയി നാട്ടിൽ നിന്ന്. ഓടിപ്പോയപ്പോൾ പോലീസ് സ്റ്റേഷൻ പരാതി വന്നു. പോലീസ് സ്റ്റേഷൻ ഇവർ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു ഇത് കിട്ടി. നേരെ വന്നിട്ട് ആളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് പറഞ്ഞു അവരെങ്ങാനും തിരിച്ചു വന്ന് നിന്റെ കാര്യം കട്ടപ്പൊക്കെയാണ്, അല്ലെ? കടവും കൊടുത്തു, എല്ലാം കൂടി 10-20 വർഷം തമ്മിലുള്ള ബന്ധമാണ്, കംപ്ലീറ്റ് പോയി. എന്തുകൊണ്ടാ? അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ അനുഭവിക്കേണ്ടത്, മറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോ എത്ര വേണം എന്ന് കൃത്യമായ ഗോൾ ഉണ്ടായിരിക്കണം. യാത്രാ ആവശ്യങ്ങൾക്ക് എത്ര വേണം, ആരോഗ്യ സംരക്ഷണം എത്ര വേണം, ഇൻഷുറൻസിന് മാസം എത്ര അടക്കണം, വിനോദത്തിന് എത്ര വേണം, നമ്മുടെ ആഗ്രഹങ്ങളുടെ കാര്യങ്ങൾക്ക് എത്ര വേണം എന്ന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. സാധിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല, എല്ലാരെ കൊണ്ട് സാധിക്കും. അബ്ദുൽ കലാം പറയുന്ന പ്രശസ്തമായ ഒരു വാക്യം നിങ്ങൾ മനസ്സിലാക്കണം. ഡ്രീം എല്ലാവർക്കും സാധിക്കും, എല്ലാവർക്കും ഡ്രീം ഉണ്ട്. ഡ്രീം ഉണ്ടോ വെച്ചാൽ എല്ലാവർക്കും ഡ്രീം ഉണ്ട്. എന്താണ് ഡ്രീം? അയ്യോ, ഡ്രീം ഭയങ്കര സംഭവമാണ്, അല്ലേ? ഉറക്കുമ്പോഴും കാണുന്നു, ഉറങ്ങാതിരിക്കുമ്പോഴും കാണുന്നു. എന്നാൽ അബ്ദുൽ കലാം പറഞ്ഞ വാക്ക് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ ഇൻ ദ സ്ലീപ്പ്. ഇൻ സ്ലീപ്പ്, സ്ലീപ്പ് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം എന്ന് പറയുന്നത്. നമ്മളെ ഉറങ്ങാതെ മുന്നോട്ട് നയിക്കുന്ന, ഉറക്കത്തിന് മുമ്പേ ഉറങ്ങാതെ മുന്നോട്ട് നയിക്കുന്നത് എന്താണോ അതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ധനത്തിന്റെ കാര്യം അത് തന്നെയാണ്. 25 ലക്ഷം വേണമെന്ന് വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല പ്രത്യേകത, അതുണ്ടാക്കാനുള്ള വഴികൾ വേണ്ടിയിട്ട് നമ്മൾ അഹോരാത്രം പണിയെടുക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് സുഖമായ ഒരു ചായയും കുടിച്ചിട്ട് കുറച്ചു നേരം സോഫയിൽ ഇരുന്ന് ടിവിയും കണ്ട് കുറേ നേരം കഴിയുമ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ ബെഡിൽ പോയി കിടന്നുറങ്ങി നാളെ രാവിലെ ഓഫീസിൽ പോകാം. ഒരു കുഴപ്പമില്ല. എന്റെ ധനം ഒരു ലിമിറ്റഡ് ധനം വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ചാടിക്കേറി വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം 2 കാര്യങ്ങളിൽ: ഒന്ന്, നിങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുക, എന്നെ അറിയുക എല്ലാവരും എന്നതും; രണ്ടാമത്തത്, എനിക്ക് ഈ വർഷം ഇത്ര രൂപ വേണമെന്നുള്ള എന്റെ ഗോളും കൂടിയാണ്. കൊച്ചിയിൽ ഒരു പ്രോഗ്രാം നടത്തുകയും നിങ്ങൾക്ക് ഒരു ക്ലാസ് വെക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്റെ ഈ വർഷത്തെ ഫൈനാൻഷ്യൽ ഗോളിൽ ഇത്ര രൂപ ഓരോ മാസം ഞാൻ ഉണ്ടാക്കിയിരിക്കണം. അതിന് ഞാൻ പണിയെടുത്തേ പറ്റുള്ളൂ. ആ പണിയെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാധ്യമാവും. സാധ്യമാവാത്ത വഴിയിൽ ഇന്ന് എന്നോട് ബിന്ദു പണിക്കർ പറഞ്ഞു, ട്യൂഷൻ ആളെ കിട്ടാൻ യാതൊരു നിർവാഹമില്ല സാറേ, നമ്മൾക്ക് സ്കൂളിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, സ്കൂളിലൊക്കെ സെൽഫ് ട്യൂഷനുകളൊക്കെ കൊടുക്കാൻ, അപ്പൊ ട്യൂഷൻ കുട്ടികളെ കിട്ടാനില്ല, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞു, ട്യൂഷൻ മാത്രമാക്കണ്ട, മറ്റു 100 വഴികൾ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. കിട്ടാത്ത വഴികളേ ഇല്ല. ഇന്ന് സ്വാമിനാഥൻ എന്നോട് 3 കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് പറഞ്ഞു, സാറേ ഇതിൽ ഞാൻ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എനിക്ക് ഈ വഴികളാണ് എനിക്കറിയുന്നത് ജോലിക്ക്, ഇതിൽ ഞാൻ ഏത് ഫോക്കസ് ചെയ്യും? ഞാൻ 3 റിജക്ട് ചെയ്തിട്ട് പറഞ്ഞു മറ്റു കാര്യങ്ങളെ പറ്റി ആലോചിച്ചാൽ നമുക്ക് പല വഴികളും സാധ്യമാകും. ധനസമ്പാദ്യത്തിന് നിന്ന് മനസ്സിലാക്കുക, നമ്മളാണ് പറയുന്നത് എനിക്കിത് പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വഴിയില്ലല്ലോ എന്ന് നമ്മൾ മാത്രമാണ് പറയുന്നത്, അല്ലാതെ ആ വഴികളൊന്നും നമ്മുടെ മുമ്പിൽ അടയുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, എത്ര ധനം വേണമെന്ന് ആദ്യം തീരുമാനിക്കുക, മനസ്സിൽ ധനത്തിന്റെ ലക്ഷ്യം നിർണയിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എത്ര മൂല്യമാണുള്ളത് എന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് മൈ ലൈഫ് വാല്യൂ എന്ന് മനസ്സിലാക്കാം. ധനം നമ്മുടെ ജീവനോടുള്ള, അത് നമ്മൾക്ക് ധനം മാത്രമാണോ, അല്ല കോടികൾ ഉണ്ടായത് കൊണ്ട് എന്ത് ചെയ്യും എന്നതിനെ പറ്റി ആലോചിച്ച് നോക്കുക. ഈ കോടികളോ ലക്ഷങ്ങളോ നമ്മൾ പറഞ്ഞു, വാട്ട് ഈസ് ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോടികൾ? എനിക്ക് മൂല്യം കൂടാനാണോ, അല്ലെങ്കിൽ എനിക്ക് സുരക്ഷിതമായി നിൽക്കാനാണോ, അല്ലെങ്കിൽ എനിക്കിതൊരു സ്വാതന്ത്ര്യം കിട്ടാനാണോ, അല്ലെങ്കിൽ ഇതൊരു സേവനത്തിന് ഉപയോഗിക്കാനാണോ? എന്താണ് ഇതുകൊണ്ടുള്ള ആവശ്യം? നിർണയിക്കുക. നമുക്ക് ഇൻവിസിബിൾ ആയ കാര്യത്തെ വിസിബിൾ ആക്കാനാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻവിസിബിൾ ആയ കാര്യം? നമ്മൾ കാണാത്ത ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് നമ്മൾ പണത്തെ ഉപയോഗിക്കുന്നത്. ഒരു വീട് കെട്ടാനാണ്, വീട് നമ്മുടെ ഇല്ല, അത് വീടുണ്ടാക്കാൻ നമ്മൾ പണം ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ കാറ് നമ്മുടെ ഇല്ല, ഒരു കാറ് വാങ്ങിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഇൻവിസിബിൾ ആയ കാര്യത്തെ വിസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കാണാത്ത കാര്യത്തെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആദ്യം കാണാൻ സാധിക്കില്ലേ? അങ്ങനെ സാധിക്കുന്നെങ്കിൽ ഒരു കാറ് നിങ്ങൾ വാങ്ങിക്കുന്നു, ആ കാറിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതെയാണോ നിങ്ങൾ വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ, ഒരു ഐഡിയയും ഇല്ലാതെ വാങ്ങിക്കുന്നവരുണ്ട്.
എന്നാൽ അവരെ പറ്റിയല്ല ഞാൻ പറയണേ. സാധാരണ ഒരു ഐഡിയ പരമായിട്ട് ഇന്ന കാറായിരിക്കണം, ഇന്ന കളറായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരോട് ഒന്നുകൂടി പറയാം, ഈ ചിന്തിക്കുന്ന നിങ്ങൾക്ക് തിരിച്ചൊരു കാര്യം കൂടി ചെയ്യാമല്ലോ, ഈ കാശ് ഉള്ളതായിട്ടും ചിന്തിക്കാമല്ലോ. സോ നമ്മൾ അവിടെയാണ് നമ്മുടെ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എന്താണ് നേടേണ്ടതെന്ന് എഴുതുക, ലക്ഷ്യം എഴുതുക. റൈറ്റ് യുവർ ഗോൾസ്. എഴുതി വെച്ച ഗോളുകൾ ഒന്നും നടക്കാതെ പോവില്ല എന്ന് തിരിച്ചറിയുക. ജസ്റ്റ് ടേക്ക് ഇറ്റ് സിമ്പിൾ. എഴുതി വെച്ച ലക്ഷ്യങ്ങൾ നടക്കാതെ പോവുകയില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു തർക്കമില്ല. നിങ്ങൾ വെറുതെ ഇപ്പൊ എഴുതി വെച്ചോളൂ. എന്റെ ജീവിതത്തിലൊക്കെ എനിക്ക് നേടിയത് എല്ലാം എഴുതി വെച്ച കാര്യങ്ങൾ തന്നെയാണ്. എത്രയും പ്രശസ്തരെ എടുത്തു നോക്കുക, അവരെല്ലാം എഴുതി വെച്ചതെല്ലാം നേടിയിട്ടുണ്ട്. എഴുതി വെക്കാത്തത് നേടിയിട്ടുണ്ട്, എഴുതി വെച്ചതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നേടിയിട്ട് തന്നെയുണ്ട്. ഒരു വർഷം പണത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പണം എഴുതി വെക്കണം. ഒരു വർഷം കൊണ്ട് എത്ര പണം വേണം? ഞാൻ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിലാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ എന്താ പറയാ, നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ കോഴ്സിന് ആരും ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളത്. ആരും ജോയിൻ ചെയ്യുന്നില്ല. അവിടെ ജോയിൻ ചെയ്തവരെ തന്നെ ഞാൻ 2 മാസമൊക്കെ ഇരുത്തി പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ചെയ്യില്ല. കാരണം എന്താ അറിയോ, ഒരു വർഷം നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ഉത്തരമില്ല, നിങ്ങളത് ഉത്തരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമില്ല. വളരെ റെയർ ആൾക്കാരാണ്. അപ്പൊ ഇന്ന് കുറച്ച് മൈൻഡ് വർക്ക് ചെയ്യേണ്ടി വരും, കുറച്ച് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവരോട് എത്ര പേരോട് ചോദിച്ചിട്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് ബിസിനസ്? ഓ അറിയില്ല സാർ. എത്ര ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു? എനിക്കൊരു ഐഡിയ ഒന്നുമില്ല, കിട്ടിയത് കിട്ടി. ഇങ്ങനെയായി എന്താ സംഭവിക്കുക? ഇത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത്, ഈ വർഷം എത്ര രൂപ വേണം അറിയില്ല. അപ്പൊ അടുത്ത വർഷം എത്ര വേണം അതും അറിയില്ല. അപ്പൊ എത്ര ഇപ്പൊ ഉണ്ട്? അയ്യോ കുറെ കടമുണ്ട്. എത്ര കടമുണ്ട്? ഓ അറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്ന് കുറേ കടമുണ്ട് സാറേ എന്ന് പറഞ്ഞ് ഞാൻ നിന്നപ്പിനൊന്ന് കൂട്ടാം. 2.5 മണിക്കൂർ എടുത്തു അവരൊന്ന് കൂട്ടി എടുക്കാനായിട്ട്. അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, ആ ബാങ്കിലുണ്ട്, ഈ ബാങ്കിലുണ്ട്. എത്ര? ഒരു പിടിയില്ല. അതെങ്ങനെ? അപ്പൊ നിങ്ങൾ എങ്ങനെ അടക്കുന്നത്? ഓ ഞാൻ അങ്ങനെ അടക്കൊന്നുമില്ല, എന്റെ ബാങ്കിലൊക്കെ പൈസ ഉണ്ടാകുമ്പോൾ അവരെല്ലാം ഊറ്റിക്കൊണ്ടുപോകും. എന്താ കഥ? ബാങ്കിലേക്ക് പൈസ വരുമ്പോ അവരെടുത്തിട്ട് പോകും, പിന്നെ എനിക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ ബാങ്കിൽ എന്തുണ്ട്? ഇപ്പൊ ഒന്നുമില്ല സാറേ. അപ്പൊ എടുത്ത് വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ പോകും. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. കാരണം എന്താ അറിയോ, ചെയ്ത് കഴിഞ്ഞാൽ പൈസ വന്ന ബാങ്കിൽ നിന്ന് അവരെടുത്തോണ്ട്, അത് ഞാനൊന്നും ചെയ്യുന്നില്ല, ഇപ്പൊ പണി ചെയ്തില്ല. ഇതൊക്കെ ഞാൻ കേൾക്കുന്ന സത്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ എത്ര വേണം? 1 വർഷം കൊണ്ട് എത്ര വേണം? 5 വർഷം കൊണ്ട് എത്ര വേണം? 10 വർഷം കൊണ്ട് എത്ര വേണം എന്നത് കൃത്യമായി നിശ്ചയിക്കുക. ഞാനിപ്പോ ഇവിടെ വരുന്നതിന് മുമ്പ് 2 മിനിറ്റ് ലേറ്റ് ആകാനുള്ള പ്രധാന കാരണം, ഇന്ന് എന്റെ മാക്സ് ലൈഫ് ഇൻഷുറൻസിന്റെ പേയ്മെന്റ് ആണ്. ഒരു നല്ല സെറ്റ് വലിയൊരു എമൗണ്ട്. അതെനിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടാനുള്ള എമൗണ്ട് ആണ്. അപ്പൊ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടാനുള്ള എമൗണ്ടിന് വേണ്ടി ഞാൻ ഒരു 6 മാസത്തിൽ ഒരു കൃത്യമായ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. ആ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര എമൗണ്ട് കിട്ടുമെന്ന് എനിക്ക്, അപ്പൊ 5 വർഷം കഴിഞ്ഞിട്ട് എന്റെ എത്ര പൈസ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കിപ്പോ പറയാൻ പറ്റും. മറ്റതിനെ പറ്റി ആലോചിക്കേണ്ടതില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് കൃത്യമായി എഴുതി തയ്യാറാക്കുക, എന്നിട്ട് അതിന് വിഷ്വലൈസ് ചെയ്യുക. വിഷൻ ബോർഡ് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, എക്സൽ ഷീറ്റ് പോലുള്ള ഷീറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ 1000 നിക്ഷേപിച്ചാൽ എത്ര കിട്ടും, 5 വർഷം കഴിഞ്ഞിട്ട് എത്ര കിട്ടും, ഇപ്പോൾ 10,000 നിക്ഷേപിച്ചാൽ 5 വർഷം കഴിഞ്ഞ് എത്ര കിട്ടും എന്ന കൃത്യമായി കണക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഇത് നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഇത് ചെയ്യുമ്പോൾ, നമ്മുടെ വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ 5 വർഷം കൊണ്ട് നിങ്ങൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു ചോദിച്ചാൽ ഒരു ഉത്തരം ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് കാറിലായിരിക്കും 5 വർഷം കഴിഞ്ഞ് പോകുന്നത്, കാരണം ആ കാറിന് വേണ്ടിയുള്ള സമ്പാദ്യം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ കാറിലൂടെ പോകുന്ന വിഷ്വലൈസേഷൻ ഇപ്പോഴേ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു പാർട്ട് RAS വഴി അത് സജ്ജമാകുന്നു. അതിലൂടെ അതിനുള്ള അവസരങ്ങൾ വരിക തന്നെ ചെയ്യും. അത് നമ്മുടെ സിസ്റ്റമാണ്. അതിനെ പൂർണ്ണമായും മുന്നോട്ട് നയിക്കാൻ നമുക്ക് പറ്റും. 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഒന്നുകൂടി പറയാം. 1, എത്ര പണം വേണമെന്ന് കൃത്യമായി നിശ്ചയിക്കുക. എന്നിട്ട് 2ാമത് അതുകൊണ്ടുള്ള മൂല്യം എന്താണ് എന്ന് നിശ്ചയിക്കുക. 3ാമതായി അതിനെ കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക എന്ന് മാത്രമാണ്. ഇത് 3ഉം ചെയ്യുമ്പോൾ വഴികൾ 100 കണക്കിന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു സത്യം കൂടി പറഞ്ഞു പോട്ടെ. ഞാനിപ്പോ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടയിലുള്ള എന്റെ ഇൻകമാണ് ഇപ്പൊ നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ 10 വർഷം കഴിഞ്ഞിട്ട് എന്റെ അവസ്ഥയെ കാൽക്കുലേറ്റ് ചെയ്തുമ്പോൾ എനിക്കൊരു മാസം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്താൻ 10 വർഷത്തിന് പകരം 15 വർഷം വേണ്ടി വരും. ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിച്ചു, എന്താണ് അടുത്ത വഴി?
അടുത്ത വഴി എന്ന് ആലോചിച്ചു കഴിഞ്ഞ് തീരുമാനിച്ചു. ഒരു 15 ദിവസം ഇതിനെപ്പറ്റി തന്നെയായിരുന്നു ആലോചിച്ചത്. അപ്പോഴാണ് ഞാനൊരു ഓൺലൈൻ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചത്. അടുത്ത് താമസിയാതെ നിങ്ങൾ കാണും നമ്മുടെ കുറേ പ്രൊഡക്റ്റുകളുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ. കുറേ പ്രൊഡക്റ്റുകൾ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ ഓൺലൈൻ സ്റ്റോർ വഴിയായിട്ട് ചെറിയ പൈസയിൽ നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു സേവനം കൂടി ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് ലൈഫ് ലോങ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് തികയില്ല. ഞാൻ 15 വർഷം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിൽ എത്താൻ എനിക്ക് തികയാതിരിക്കുമ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ ഞാനൊരു പർട്ടിക്കുലർ ഇൻകം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസം അത് ആഡ് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും തരാൻ പറ്റുന്ന ഓൺലൈൻ സ്റ്റോർ. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ്, ഒരുപാട് ബിസിനസ്സുകാർ അതുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മൂല്യമുള്ള രീതിയിൽ വളരെ ആവശ്യമുള്ള സാധനങ്ങൾ ഓപ്പൺ ചെയ്ത് മുമ്പോട്ട് പോകണം. സമയമില്ല, എനിക്കറിയാം. എന്റെ ജോലി, ഇപ്പോഴുള്ള ജോലിയും ഈ ക്ലാസ്സും ഒക്കെ കൊണ്ട് സമയമില്ല. പക്ഷെ ചെയ്തല്ലേ പറ്റൂ, അല്ലേ? ചെയ്യാതിരുന്നാൽ പറ്റില്ല. 10 മില്യൺ എന്താ പറയാ, ഓരോ ആൾക്കാരും അങ്ങനെ കുറെ കഥകളുണ്ട് ഇതുമായിട്ട്. പെട്ട് നമ്മൾ അതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടി ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചത്. നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ക്ലാസ് അല്ല മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടത്. ഇവിടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് എനിക്ക് ഇനി കാശ് കുറച്ച് ദിറംസിൽ വേണം. നിങ്ങളെല്ലാം റുപ്പീസിലാണ് തരുന്നത്. അതുകൊണ്ട് ദിറംസിൽ കാശ് വരണം എന്നുള്ള ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ മിഡിൽ ഈസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് തുടങ്ങാൻ പോകുന്നു. കാരണം ഇവിടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ക്ലാസ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നാട്ടിലെ സാഹചര്യങ്ങൾ, കഥകളെല്ലാം അവർക്ക് ആവശ്യം വന്നതുകൊണ്ട്, അതുപോലെ എനിക്ക് കുറച്ച് പൈസ ദിറംസിൽ വേണം എന്നുള്ളത് കൊണ്ട് അതെന്റെ ആവശ്യമാണ്, ഇവിടുത്തെ ആവശ്യമാണ്, ഇവിടെ നിലനിർത്തും പോകണം. അതുകൊണ്ട് ഞാൻ ക്ലാസ് കുറച്ച് മിഡിൽ ഈസ്റ്റിലവർക്ക് വേണ്ടി മാറ്റുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇതെല്ലാം എന്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഇതേപോലെ ഫൈനാൻഷ്യൽ പ്ലാനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റണം. എല്ലാവർക്കും ഇത് പറ്റണം. ലളിതമായ പ്രക്രിയയാണ് ഇത്. ഇതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ, വെറുതെ ഞാനുള്ളൊക്കെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കൃത്യമായി അറിയണമെങ്കിൽ, ദിശാബോധം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ ദിശാബോധം ഇല്ല എന്നതാണ് വിഷയമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിലൂടെ മാത്രമേ ലോ ഓഫ് അട്രാക്ഷനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മനസ്സിന്റെ വൈബ്രേഷനെ മാറ്റപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ധനം ആകർഷിക്കാനുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാദ്യം വേണ്ടത് വാട്ട് യു വാണ്ട്, ദിശാബോധം, ലക്ഷ്യനിർണയം എന്ന് പറയുന്നത് ഉണ്ടാക്കാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നറിയുക. ഇത് ആവശ്യമുള്ളവർ മാത്രം നമുക്ക് വേണമെങ്കിൽ, നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വിഷൻ ബോർഡിന്റെ ക്ലാസ് വീണ്ടും നിങ്ങൾക്കായിട്ട് വരാം. അപ്പോൾ 2026 കൂടി നിങ്ങൾക്ക് എത്ര കോടി വേണം, എങ്ങനെ വേണം എന്നതിനെ പറ്റി വിഷ്വലൈസ് ചെയ്യുക, അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുക. ആക്ഷൻ പ്ലസ് അട്രാക്ഷൻ ഇസ് ഈക്വൽ ടു അല്ലെ സമ്പാദ്യം എന്നതിനെ പറ്റി പറയാം. നമുക്ക് കിട്ടുന്ന ധനം നാം വിശ്വസിക്കുന്നതിൻ്റെ പരിമിതികളാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ലഭിക്കുന്ന പണം എന്നത് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിണിത ഫലമാണ് എന്നറിയുമ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് മാറ്റിയാൽ മതി? നമ്മുടെ വിശ്വാസത്തെ മാറ്റിയാൽ നമുക്ക് ലഭിക്കുന്നതും കൂടും എന്നുള്ള ഒറ്റ തത്വം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. മാനിഫെസ്റ്റേഷൻ കൃത്യമായി വർക്ക് ചെയ്യിപ്പിക്കുക. വ്യക്തമായ, നേരത്തെ ആദ്യം പറഞ്ഞ കഥ ഓർമ്മയുണ്ടല്ലോ, നിധിയും ലോട്ടറിയും ഒക്കെ ആലോചിക്കുമ്പോൾ കൃത്യമായ ബോധത്തിലൂടെ ആലോചിക്കുക. കണ്ണടച്ച് എന്തെങ്കിലും പറയുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. കൃത്യമായ വ്യക്തമായ പ്ലാനോടുകൂടി പോകുന്ന ഒരാൾക്ക് ആ വഴി അവിടെ എത്തിച്ചേരുക സുഖമായി പറ്റും. വിവിധമായ മാർഗങ്ങൾ, നമ്മൾ പറയേണ്ട അഫർമേഷൻ എപ്പോഴും പണം എന്നിലേക്ക് വിവിധമായ മാർഗങ്ങളിലൂടെ, വ്യക്തികളിലൂടെ, വിവിധമായ സന്ദർഭങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കും. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ അങ്ങനെ അത് ലഭിക്കാത്ത ഒരാള് പോലും ഉണ്ടാവില്ല. ഒറ്റ മനുഷ്യൻ പോലും അങ്ങനെ അല്ലാതെ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ഇത് വിശ്വസിക്കുന്നില്ലേ, അതുകൊണ്ട് മാത്രമാണ് ലഭിക്കാത്തത്. നമ്മൾ വിശ്വസിക്കുന്നുവോ, ലഭിക്കുക തന്നെ ചെയ്യും. അതിന്റെ സോഴ്സും കാര്യങ്ങളും ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. നമുക്ക് വേണ്ടത് ഇത്രയാണ് എന്നത് മാത്രമാണ് വേണ്ടത്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസിനെ പറ്റി ബാക്കി നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഇങ്ങനെ സെറ്റ് ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞോളൂ. എത്ര പേരുണ്ട്? ഞാൻ ഓപ്പൺ ആയിട്ട് ക്ലാസ് പറയുന്നില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് പല ക്ലാസ്സും വെച്ചിട്ട് പലരും വരാതിരുന്നുണ്ട് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് അതിനോട് അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇത് എഴുതി തയ്യാറാക്കാൻ ലളിതമാണ്. തയ്യാറായ കഴിഞ്ഞ പ്രാവശ്യം ആരോ പറഞ്ഞല്ലേ, ഞാൻ തൊടുപുഴ സിബി സാറിന്റെ വീട്ടിൽ പോയപ്പോ ഇതുവേണ്ടി തന്നെ പോയത്. സാർ എന്നെ നേരെ കൊണ്ടുപോയി, സാറിന് ഇരുത്തി ഞാൻ
വരപ്പിച്ചതാണ് വിഷൻ ബോർഡ്. വളരെ ഇരുത്തി സാർ ചെയ്യൂ, അത് ചെയ്യൂ, ഒട്ടിക്കൂ എന്ന് പറഞ്ഞു. സാർ ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ നമ്മൾ നാളെ കേൾക്കുമായിരിക്കും. ഇപ്പൊ വേറെ തിരക്കിലാണ്, പുള്ളി വരുന്നില്ല ക്ലാസ്. ഞാൻ അവിടെ പോയപ്പോ എന്നോട് സാറേ 1 മിനിറ്റ് ഇങ്ങോട്ട് വരും എന്നിട്ട് വിഷൻ ബോർഡ് റൂമിനകത്ത് കൊണ്ടുപോയി വിഷൻ ബോർഡ് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ കിട്ടിയട്ടോ, വണ്ടി വാങ്ങിച്ചട്ടോ. ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിട്ടില്ല അങ്ങനെ ഒരു വണ്ടി വാങ്ങിക്കുമെന്ന് ചിന്തിച്ചിട്ട് പോലെ. ഞാൻ പറഞ്ഞു, സാറേ ആ വണ്ടിയുടെ പേര് പൊട്ടിച്ചോളൂ. പൊട്ടിച്ചു, വാങ്ങിച്ചു. മകളുടെ കല്യാണത്തിന് സ്വർണം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര പവൻ. സാറേ സ്വർണം ഞാൻ പോയിട്ട് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. മകളെ കല്യാണം എടുത്ത് 2 മാസം കഴിഞ്ഞിട്ട് എല്ലാവരും വരനെ പറ്റി ചിന്തിച്ചിരുന്നു, എങ്ങനെ ആയിരിക്കണം. സാറേ അവൻ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാട്ടോ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ. മകളുടെ ജോലിയുടെ കാര്യം പറഞ്ഞു, അത് റെഡിയാണ് കേട്ടോ സാർ. അങ്ങനെ പറഞ്ഞു, ഇനി 2 കാര്യം മാത്രം ശരിയാണ് സാർ. സാറേ ഇതിന് സമയം എടുക്കും. ഓക്കെ, സമയം എടുക്കും. അങ്ങനെ ഇവിടെ എല്ലാവരും പറയുണ്ടാവും, സാറേ വിഷൻ ബോർഡിൽ എഴുതി വെച്ചത് എല്ലാം ലഭിച്ചിട്ടുണ്ട്. എന്റെ വിഷൻ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നൊന്നായിട്ട് ഇങ്ങനെ, എന്റെ വിഷൻ ബോർഡ് കുറെ വലുതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തീരുന്നത്. ഒന്നൊന്നായി ഇങ്ങനെ. അത് എങ്ങനെ വരുന്നു എന്നും പറയാൻ പറ്റില്ല. സിബി സാറിന്റെ ഉദാഹരണം പറഞ്ഞാണ്. വണ്ടിയിൽ മേടിക്കാൻ ഒരിക്കലും വിചാരിച്ചല്ല പുള്ളി. അങ്ങനെ ആവശ്യമില്ല, വണ്ടിയിൽ വേറെ ഉണ്ട്. പക്ഷെ ആ വണ്ടി വെറുതെ വാങ്ങിക്കണം എന്ന് കരുതി. കാനഡയിലുള്ള ചേട്ടന്റെ മകൻ വരുമ്പോ, കാനഡയിൽ നിന്ന് വരുമ്പോ പറഞ്ഞു, പപ്പ ഈ വണ്ടിയാണ് എനിക്ക് ആവശ്യം, ഒന്ന് വാങ്ങിച്ച് അവിടെ വെച്ചേക്കുന്നത്. ഒന്നുമില്ല, വേറെ സിമ്പിൾ ആണ്. പൈസ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പപ്പ ആ വണ്ടി വാങ്ങിച്ചു. അപ്പൊ എന്നിട്ട് എന്റെ പേര് പപ്പന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ചോട്ടോ, എനിക്ക് 1 മാസം ഉപയോഗിക്കണ്ടു. അപ്പൊ ആ വണ്ടി നമുക്ക് അവിടെ വീട്ടിൽ വെച്ചേക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയി കഴിഞ്ഞു പരിപാടി. വണ്ടിയും കിട്ടി, പൈസ ആവശ്യമില്ല, മറ്റാൾ പൈസ വെച്ചു, നമ്മുടെ പേരിൽ വണ്ടിയായി, വീട്ടിൽ ഉപയോഗത്തിന് വണ്ടിയായി. പക്ഷെ മറ്റൊരാളെ ആണെന്നേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, നമുക്കതിനകത്ത് അത്രയാണ് വരുന്നത്. വിവിധമായ മാർഗങ്ങളിലൂടെയാണ്, വിവിധമായ വ്യക്തികളിലൂടെ, വിവിധമായ സന്ദർഭങ്ങളിലൂടെ, വിവിധമായ രീതിയിൽ നമ്മളിലേക്ക് അത് വരികയും നമ്മളാണ് ഇതിനെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്നത്. നമ്മൾ ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞു നിർത്തുന്നു. അതിന് അങ്ങനെയൊന്നും അല്ല. ജീവിതമേ അങ്ങനെയല്ല എന്നറിയുക, ആസ്വദിക്കാൻ, ഉൾക്കൊള്ളാൻ. അല്ലെങ്കിൽ എന്താ, പോക്കറ്റ് ഉണ്ടായാൽ മാത്രമേ പണം ഇവിടെ വെക്കാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യം തയ്യാറാക്കേണ്ടത് പോക്കറ്റാണ്. പോക്കറ്റ് ഇല്ലെങ്കിലോ പണം എവിടെ വെക്കും? അറിയില്ല. അപ്പൊ പണം വരുമ്പോൾ പോക്കറ്റ് ആദ്യം വേണം തുന്നിക്കുന്ന ആഗ്രഹിക്കുന്നത്. അതേപോലെ ഞാൻ ഓർത്തപ്പോഴാണ്, ഇപ്പൊ തൊട്ടപ്പോഴാണ് ഓർമ്മ, ഈ കോട്ടിന്റെ പോക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടില്ല ഇതുവരെ കേട്ടോ. ഇപ്പൊ നാളെ ഇത് ഓപ്പൺ ആക്കണം, ഇത് അകത്തോട്ട് പോകില്ല. അപ്പൊ അതുപോലെ നമ്മളെപ്പോഴും ശ്രദ്ധയോടെ മുമ്പേ തന്നെ തീരുമാനമെടുത്തു വെക്കുക. അതൊക്കെ സംഭവിക്കും ജീവിതത്തിൽ എന്ന് ഒന്നുകൂടി 100%, 150% നമ്മൾ ഉറപ്പ് പറഞ്ഞു. സൗദാമിനി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം ഞാൻ വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്തു, അത് സാധിച്ചു. വളരെ ഗുഡ്. അടുത്തൊന്ന് സെറ്റ് ചെയ്തോളൂ. ദുബായ് കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഇപ്പൊ എഴുതി വെച്ചോളൂ. ഈ വർഷം തന്നെ നിങ്ങൾ എല്ലാവരെയും ഞാൻ ദുബായ് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ദുബായിൽ നടക്കുന്നുണ്ട്. എല്ലാവരും പാസ്പോർട്ട് തയ്യാറാക്കി വെച്ചോളൂ. നിങ്ങളുടെ ആഗ്രഹം, എല്ലാവർക്കും ആഗ്രഹമുള്ളവർക്കൊക്കെ വരാനുള്ള ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. സെറ്റ് ചെയ്യാം. വിഷൻ ബോർഡ് എന്നുള്ള ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം, സെറ്റ് പഠിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്.